ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാസഗതികം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2 പാർട്ടോടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ എന്താ നോക്കിയാലോ, ആഹാര സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്? എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഉപ്പിലിട്ട് വെക്കും അല്ലേ, അതേപോലെ എന്താണ് പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തണുപ്പിച്ച് സൂക്ഷിക്കുക, പിന്നെ വേറെ എന്താ, വിനാഗിരി ചേർത്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കും അല്ലേ, വിനാഗിരി ചേർക്കുക. വേറെന്താ, അടച്ച് സൂക്ഷിക്കുക അല്ലേ, വിനാഗിരി ചേർക്കുക. പിന്നെ എന്താണ്, നന്നായിട്ട് വായു കയറാതെ അടച്ച് സൂക്ഷിക്കുക അല്ലേ, അടച്ച് സൂക്ഷിക്കുക. അടച്ച് സൂക്ഷിക്കുക. നെക്സ്റ്റ് അടുത്ത് എന്താണ്, എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ വേഗത്തിലല്ല നടക്കുന്നത്. രാസപ്രവർത്തനത്തിന് വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഘടകങ്ങളിൽ? ഒന്നാമത്തതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അഭികാരങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കും. അഭികാരങ്ങളുടെ സ്വഭാവം രാസപ്രവർത്തന വേഗതയെ എപ്രകാരമാണ് സ്വാധീനിക്കുക? 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, തുല്യവ്യാപ്തം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരേ വലിപ്പമുള്ള കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നിവ എന്ത് ചെയ്യുക, ഇതിലോട്ട് 3 ടെസ്റ്റ് ട്യൂബിലേക്കും ഓരോ ടെസ്റ്റ് ട്യൂബിലേക്ക് വീതം ആദ്യത്തിലെ കോപ്പർ ഇടുക, രണ്ടാമത്തെ സിങ്ക് ഇടുക, മൂന്നാമത്തിൽ എന്തിടുക, മഗ്നീഷ്യം ഇടുക. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ കോപ്പർ ഇടുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ, മാറ്റമില്ല. ഇനി അടുത്ത് എന്താണ്, സിങ്ക് ഇടുമ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു മാറ്റം ഉണ്ടായതായിട്ട് കാണാം കേട്ടോ, ചെറിയ കുമിളകൾ കാണാം കേട്ടോ, ചെറിയ എന്ത് കാണാം, കുമിളകൾ കാണാം. അടുത്ത് എന്താണ്, മൂന്നാമത്തെ എന്താണ്, മഗ്നീഷ്യം ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ സിങ്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ കുമിളകൾ കാണാൻ പറ്റും കേട്ടോ, കുറച്ചും കൂടെ കൂടുതൽ കുമിളകൾ കേട്ടോ, സിങ്കിനെ അപേക്ഷിച്ച് കൂടുതൽ കുമിളകൾ. കൂടുതൽ. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുതൽ? ഏത് ടെസ്റ്റ് ട്യൂബിലാണ്? 3ാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുതൽ അല്ലേ. ഇവിടെ സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വ്യാപ്തവും ലോഹങ്ങളുടെ വലിപ്പവും തുല്യമായതിനാൽ കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ സ്വഭാവത്തിലുള്ള സവിശേഷത കാരണമാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ശരിയാണല്ലോ. ഇവിടെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത 3 എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് തുല്യമാണ്. അതേപോലെ നമ്മൾ കോപ്പറും സിങ്കും മഗ്നീഷ്യം ആണെങ്കിൽ എടുത്തിരിക്കുന്ന ലോഹത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നതും എന്താണ്, തുല്യമാണ്. അപ്പോൾ 3 ലോഹങ്ങളുടെയും സ്വഭാവത്തിൻ്റെ വ്യത്യാസം കാരണമല്ലേ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വ്യത്യാസപ്പെട്ടത്. ഒന്നാമത്തെ കോപ്പർ എടുത്തത്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പ്രത്യേകിച്ച് HCl ഇട്ടപ്പോൾ മാറ്റമൊന്നും ഉണ്ടായില്ല. സിങ്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കുറച്ച് കുമിളകൾ ഉണ്ടായില്ലേ. എന്നാൽ മഗ്നീഷ്യത്തിന് സിങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ കുമിളകൾ ഉണ്ടായതായിട്ട് കാണാം. ഇനി ചോദിച്ചിട്ടുണ്ട്, സോഡിയം സാധാരണ താപനിലയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോഡിയം എന്താ ചെയ്യുന്നത്, നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടതഞ്ഞാൽ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ജസ്റ്റ് ഇട്ടാൽ മതി, ഓടി നടന്ന് ടോ എന്ന് പൊട്ടുന്നതായിട്ട് കാണാം കേട്ടോ. അടുത്ത എന്താണ്, മഗ്നീഷ്യം വളരെ സാവധാനത്തിലാണ് ജലവുമായി പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? മഗ്നീഷ്യം അത്ര പെട്ടെന്ന് സോഡിയത്തിൻ്റെ അത്ര പെട്ടെന്ന് ജലവുമായിട്ട് പ്രവർത്തിക്കില്ല കേട്ടോ. എന്തുകൊണ്ടാണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ശേഷി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സോഡിയത്തിൻ്റെയും അതേപോലെ മഗ്നീഷ്യത്തിൻ്റെയും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ശേഷി എന്ന് പറയുന്നത് വ്യത്യസ്തമായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് മക്കളെ? ഇത് ജലവുമായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള വേഗതയിൽ മാറ്റം ഉണ്ടാകുന്നത്. ഒരാൾ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു, ഒരാൾ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, 2 ലോഹങ്ങളും രാസപ്രവർത്തന ശേഷി എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. രാസപ്രവർത്തന ശേഷി എന്ന് പറയുന്നത് നമ്മുടെ മഗ്നീഷ്യം അതേപോലെ തന്നെ ഏതാണ്, മഗ്നീഷ്യത്തിൻ്റെയും അതേപോലെ സോഡിയത്തിൻ്റെയും എന്താണ്, 2 എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വെളുത്ത ഫോസ്ഫറസും ചുമന്ന ഫോസ്ഫറസും മൂലക ഫോസ്ഫറസിൻ്റെ 2 രൂപാന്തരങ്ങളാണ്. വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വെളുത്ത ഫോസ്ഫറസ് ജ്വലിക്കുന്നു, എന്നാൽ ചുമന്ന ഫോസ്ഫറസിനെ വളരെയേറെ കാലം വായുവിൽ തുറന്ന് വെക്കാനാവും. അപ്പോൾ ചുമന്നത് എത്ര കാലം വായുവിൽ തുറന്ന് വെച്ചാലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെളുത്ത ഫോസ്ഫറസ് എന്ത് ചെയ്യും, വായുവിൽ കത്തും അല്ലെങ്കിൽ ജ്വലിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി 2ാമത്തെ പോയിന്റിലോട്ട് പോകവേ, രണ്ടാമത്തെ എന്താണ്, അഭികാരങ്ങളുടെ ഗാഢത. 2 ടെസ്റ്റ് ട്യൂബിൽ തുല്യവ്യാപ്തം ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ, 2 ടെസ്റ്റ് ട്യൂബിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ, ഒന്നിൽ ഗാഢയും ഒന്നിൽ എന്താണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് എടുക്കേണ്ടത് കേട്ടോ. ഗാഢതും ഒന്ന് നേർപ്പിച്ചതുമാണ്.
ഇനി അടുത്ത എന്താണ്? യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ് ഗാഢത. അപ്പോൾ എന്താണ് ഗാഢത എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ ഗാഢത എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണമാണ്. ഒരു യൂണിറ്റിൽ എത്ര തന്മാത്രകളുണ്ടോ ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാഢത എന്ന് പറയുന്നത്. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് യൂണിറ്റ് വ്യാപ്തത്തിൽ HCl തന്മാത്രകളുടെ എണ്ണം കൂടുതലെന്നാണ് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണം കൂടുതൽ ഏതിലാണ്? ടെസ്റ്റ് ട്യൂബ് 1ലാണ് എന്ത് ചെയ്ത് HCl തന്മാത്രകളുടെ എണ്ണം കൂടുതലുണ്ടാവുക കേട്ടോ. ടെസ്റ്റ് ട്യൂബ് ഏതാണ്? ടെസ്റ്റ് ട്യൂബ് 1ലാണ് കൂടുതലുണ്ടാവുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. 2 ടെസ്റ്റ് ട്യൂബിലേക്കും തുല്യ മാസുള്ള മഗ്നീഷ്യം റിബൺ ഇടുക. അപ്പോൾ 2ലേക്കും എന്താ പറഞ്ഞേക്കുന്നത്? മഗ്നീഷ്യം റിബൺ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ടെസ്റ്റ് ട്യൂബിലും നടക്കുന്ന രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താ ഉണ്ടാകുന്നത്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ തന്നെ നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റൂല. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ കുമിളകൾ പൊന്തി വരുന്നുണ്ട് അല്ലേ? ഈ കുമിളകളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ കുമിളകളുടെ എണ്ണം കൂടുതലാണ്. അത്രയും എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം കുമിളകളുടെ എണ്ണം കൂടുതൽ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ടെസ്റ്റ് ട്യൂബ് 2 അല്ലേ? കുമിളകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അത്രയും കുമിളകളുണ്ടോ? ഇല്ല. അപ്പം കുമിളകളുടെ എണ്ണം കുറവാണ് അല്ലേ? കുമിളയുടെ എണ്ണം കുറവ്. രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലുള്ളത്? അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണും അല്ലേ? രാസപ്രവർത്തന വേഗം ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലുള്ളത്? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതലുള്ളത് അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തന വേഗം കൂടുതലായിരിക്കുന്നതിന് കാരണം യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാര തന്മാത്രകളുടെ എണ്ണം കൂടുതൽ ആയിരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താ എടുത്തത്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തത്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താ എടുത്തത്? അതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ എടുത്തേക്കുന്നത്? ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തത് അല്ലേ? അപ്പോൾ ഈ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് തന്മാത്രയാണ്? അഭികാര തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ എന്ത് കൂടാനുള്ള കാരണം? രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂടാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ. എന്താ? അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിക്കുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിക്കും തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി എന്താണ്? കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അഭികാര തന്മാത്രകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയും തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കുകയും ചെയ്യുന്നു. റെഡിയാണോ? അപ്പോൾ ഇതാ കൂടെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തിലേക്ക് പോവേ. അടുത്ത എന്താണ്? അഭികാരങ്ങളുടെ പ്രതല പരപ്പളവാണ് നമ്മൾ പറയുന്നത്. നൽകിയിരിക്കുന്ന ചിത്രം വിശകലനം ചെയ്തു. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിലെന്താണ്? നേർപ്പിച്ച HCl. ഇവിടെയും അത് തന്നെയാണ്. മാർബിളിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. മാർബിൾ എന്താ ചെയ്തേക്കുന്നത്? പൊടിച്ചതാണ് നെക്സ്റ്റ് ഇട്ടേക്കുന്നത് അല്ലേ? ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതൊക്കെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ മാർബിൾ കഷ്ണമുണ്ട് അല്ലേ? രണ്ടാമത്തിൽ എന്താണ്? മാർബിൾ പൊടിച്ചതാണ് ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇവയുടെ ഭൗതിക അവസ്ഥ അപ്പം നേർപ്പിച്ച HCl അതേപോലെ ഒന്നിൽ മാർബിൾ കഷ്ണവുമാണ്. രണ്ടാമത്തിൽ എന്താണ്? നേർപ്പിച്ച HCl അതേപോലെ മാർബിൾ പൊടിച്ചതുമാണ് ഇട്ടേക്കുന്നത് അല്ലേ? ഇനി അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഭികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അഭികാരങ്ങൾ എന്ന് പറയുന്നത്? ഏതാണ്? CaCO3. എന്താണ് CaCO3 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മാർബിൾ അല്ലേ? മാർബിളിനെയാണ് നമ്മൾ CaCO3 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താ ഏതിലേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്? HCl ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ് ഇട്ടേക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് അടുത്ത് എന്താണ്? മാർബിൾ കഷ്ണവും
തുല്യ മാസുള്ള മാർബിൾ പൊടിയും എടുത്ത് ഇടുക. തുല്യവ്യാപ്തവും ഒരേ ഗാഢതയുമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ഇവയെ പ്രവർത്തിച്ച് നിരീക്ഷണം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാസപ്രവർത്തന വേഗം ഒരുപോലെയായിരിക്കുമോ? മാർബിൾ കഷ്ണം ഇട്ടതിലെ രാസപ്രവർത്തനവും അതേപോലെ മാർബിൾ പൊടിച്ചിട്ട് ഇട്ടതിലെ രാസപ്രവർത്തനവും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. ഒരുപോലെ ആയിരിക്കുമോ? അല്ല കേട്ടോ, ഒരുപോലെ ആയിരിക്കില്ല. മാർബിളിൻ്റെ പ്രതല പരപ്പളവ് തുല്യമാണോ? മാർബിളിൻ്റെ പ്രതല പരപ്പളവ് എന്ന് പറയുന്നത് തുല്യമാണോ? അല്ല കേട്ടോ. പ്രതല പരപ്പളവ് എന്ന് പറയുന്നത് രണ്ടിലും തുല്യമല്ല. ഒന്നിൽ കഷ്ണമാണ് ഇട്ടത്, ഒന്നിൽ എന്താ നമ്മൾ ഇട്ടത്? പൊടിയായിട്ടാണ് ഇട്ടേക്കുന്നത്. പ്രതല പരപ്പളവ് കൂടുമ്പോൾ അഭികാര തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രതല പരപ്പളവ് കൂടുമ്പോൾ കൂട്ടിമുട്ടലുകൾ കൂടുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എഴുതി വെക്കണം. എന്താണ് കൂട്ടിമുട്ടലുകൾ? എന്താ ചെയ്യുന്നത്? കൂട്ടിമുട്ടലുകൾ കൂടുന്നു. കൂട്ടിമുട്ടൽ കൂടുന്നു. അപ്പോൾ പ്രതല പരപ്പളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളും കൂടുന്നു. മാർബിൾ തരികളെ അതിസൂക്ഷ്മമായി പൊടിക്കുകയാണെങ്കിൽ പ്രവർത്തന വേഗത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ തരികളാകുമ്പോൾ പൊടിച്ചിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ പ്രതല പരപ്പളവ് കൂടുകയും രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? കൂടുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം. എന്താ ചെയ്യുന്നത്? പ്രതല പരപ്പളവ് പൊടിച്ചു കഴിഞ്ഞാൽ എന്ത് കൂടും? പ്രതല പരപ്പളവ് കൂടും കേട്ടോ. പരപ്പളവ് കൂടും. ദെൻ എന്താണ്? ആ കൂടെ തന്നെ എന്തും കൂടും? രാസപ്രവർത്തനത്തിൻ്റെ വേഗവും കൂടും കേട്ടോ മക്കളെ. രാസപ്രവർത്തന വേഗത കൂടും. വേഗത കൂടും. രാസപ്രവർത്തന വേഗത കൂടും. അടുത്ത എന്താണ്? ഇതിൻ്റെ ഒരു ഗ്രാൻഡായിട്ട് പറഞ്ഞേക്കാണ് കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെക്കണേ. നമ്മുടെ വിലയിരുത്താൻ ഭാഗത്ത് തന്നെ ഇത് ചോദിക്കുന്നുണ്ട്. ഹരവസ്തുക്കൾ ഉൾപ്പെടുന്ന രാസപ്രവർത്തനത്തിൽ വേഗതയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ്. അപ്പോൾ നമ്മൾ രാസപ്രവർത്തനത്തിന് വേണ്ടി ഇപ്പം നമ്മൾ ഒന്നിൽ എന്താ എടുത്തേക്കുന്നത്? മാർബിളിൻ്റെ കഷ്ണവും ഒന്ന് മാർബിൾ പൊടിച്ചതാണ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനത്തെ ഹരവസ്തുക്കളാണ് നമ്മൾ രാസപ്രവർത്തനത്തിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ഇവിടെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്ത്? പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളായി മാറ്റുകയോ പൊടിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് വർദ്ധിക്കുന്നു. റെഡിയാണോ? അപ്പം നമ്മൾ രണ്ടാമത്തിൽ എന്താ ചെയ്തത്? മാർബിളിനെ കഷ്ണമാക്കി ഇടുകയല്ലേ ചെയ്തത്? പൊടിച്ചിട്ടു അല്ലേ. അപ്പോൾ പൊടിച്ചിട്ടിപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റിയത്? അതിൻ്റെ പ്രതല പരപ്പളവ് വർദ്ധിക്കുകയും തന്മൂലം എന്താ ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയും ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും അല്ലേ, കൂട്ടിമുട്ടലുകൾ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയും ചെയ്യുന്നു. റെഡിയാണോ? അപ്പോൾ ഹരവസ്തുക്കളായിട്ട് എടുക്കുന്നത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രതല പരപ്പളവ് കൂടുകയും തന്മൂലം എന്താ സംഭവിക്കുന്നത്? കൂട്ടിമുട്ടലുകളുടെ എണ്ണം, തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു? കൂടുകയും ചെയ്യുന്നു. റെഡിയല്ലേ? ഇനി അടുത്ത എന്താ നോക്കാം അല്ലേ. അടുത്തത് വിറക് ചെറു കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നതിന് കാരണം ഇതിൽ നിന്ന് മനസ്സിലായോ? നമ്മൾ വലിയ പൊണ്ണത്തടി വിറക് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് കത്തുമോ? ഇല്ല. അത് ചെറു കഷ്ണങ്ങളാക്കുമ്പോൾ അതിൻ്റെ എന്ത് കൂടുന്നു? പ്രതല പരപ്പളവ് കൂടുന്നു അല്ലേ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നത്. ഇനി പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുന്നു എന്നതിന് നിത്യജീവിതത്തിൽ നിന്ന് ഉദാഹരണം എഴുതാൻ. അപ്പോൾ എന്താ വെച്ചാൽ നിവർത്തിയ കടലാസ്. ഓക്കെ. അപ്പോൾ നിവർത്തിയ കടലാസ് ചുരുട്ടിയ കടലാസിനേക്കാളും വേഗം എന്ത് ചെയ്യുന്നു? കത്തുന്നു. നിങ്ങളൊന്ന് കത്തിച്ച് നോക്കുക അല്ലേ. പിന്നെ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? പൊടിച്ച ലവണങ്ങൾ ജലത്തിൽ എന്ത് ചെയ്യുന്നു? വേഗം ലയിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ലൈമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര തരിയായിട്ട് ഇട്ട് ഇളക്കുമ്പം അത്ര പെട്ടെന്ന് ലയിച്ച് കിട്ടൂല. പക്ഷേ നമ്മളതൊന്ന് പൊടിച്ചിട്ടിട്ട് നോക്കിക്കേ, പെട്ടെന്ന് എന്ത് ചെയ്യും? വെള്ളവുമായിട്ട് പെട്ടെന്ന് കൂടിക്കലരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എഴുതുക കേട്ടോ. അതേപോലെ വളങ്ങൾ നമ്മൾ മണ്ണിൽ ചേർക്കൂലേ. അപ്പോൾ തരികളായി ചേർക്കുന്നതിനേക്കാൾ പൊടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണുമായിട്ട് അലുത്ത് ചേരുന്നതായിട്ട് കാണാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 ടെസ്റ്റ് ട്യൂബുകളിലാക്കി എടുക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു വലിയ കഷ്ണം മുട്ടത്തോട് ഇടുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തുള്ളിയ അളവിൽ പൊടിച്ച മുട്ടത്തോട് കേട്ടോ. അപ്പോൾ എന്താണ്? ഒന്നിൽ ഒരു വലിയ കഷ്ണം,
മുട്ടത്തോടും രണ്ടാമത്തിൽ എന്താണ് പൊടിയായതും ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തനത്തിലെ വേഗത കൂടുതലായിട്ട് കാണാൻ പറ്റിയത്? ഒന്നാമത്തിൽ നമ്മൾ മുട്ടത്തോട് അതുപോലെ ഇട്ടത് ആണല്ലോ, രണ്ടാമത്തിൽ എന്താണ് പൊടിച്ചതായിട്ടത്. അപ്പോൾ ഏതിലായിരിക്കും? രണ്ടാമത്തതിലായിരിക്കും. കാരണം എന്തായിരിക്കും? രണ്ടാമത്തതിൽ പൊടിച്ചിടുമ്പോൾ പ്രതല പരപ്പളവ് എന്താണ്? കൂടുതലാണ് അല്ലേ? ഇവിടെ പ്രതല പരപ്പളവ് കൂടുതലാണ് കേട്ടോ. പ്രതല പരപ്പളവ് കൂടുതലാണ് കേട്ടോ. പ്രതല പരപ്പളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടും. രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യും? കൂടും അല്ലേ? തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കൂടുകയും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയും ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് CaCO3 + 2HCl കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്. ഗീവ്സ് CaCl3 അല്ലേ, Cl2 ആവര് കേട്ടോ, പ്ലസ് H2O വാട്ടറും ഉണ്ടാവും. പിന്നെ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഇതാണ് അവിടെ ഉണ്ടാകുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതിലേക്ക് പോവാം കേട്ടോ. താപനില. അടുത്ത എന്താ നമ്മൾ പറയുന്നത്? താപനിലയാണ്. അമോണിയം ക്ലോറൈഡും ഏതാ പറഞ്ഞേക്കുന്നത്? അമോണിയം ക്ലോറൈഡും അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തനം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവരുടെ പ്രവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമോണിയം ക്ലോറൈഡും അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? NaCl സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. H2O എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ വെള്ളമാണ്. NH3 എന്ന് വെച്ചാൽ എന്താണ്? അമോണിയയാണ് കേട്ടോ. NH3 ആരാണ്? അമോണിയ എന്ന് പറയുന്ന വാതകം ഇവിടെ ഉണ്ടാകുന്നു. അമോണിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. അടുത്തത് ഈ പരീക്ഷണം ചെയ്തു നോക്കിയാൽ ഒരു പരീക്ഷണം കേട്ടോ. ഈ പരീക്ഷണം ചെയ്തു നോക്കിയാലോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. എത്രയാണ്? 2 ml അമോണിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അതിലേക്ക് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒഴിക്കുക. എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടായതായിട്ട് നിരീക്ഷിച്ചോ? എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടായിട്ടായിട്ട് നിരീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നതെന്ന് നോക്കാം കേട്ടോ. ചിത്രം 5.9 കാണുന്നത് പോലെ ടെസ്റ്റ് ട്യൂബിൻ്റെ വായു ഭാഗത്ത് നിന്ന് നമ്മുടെ മൂക്കിലേക്ക് വായു വരുന്ന തരത്തിൽ കൈവീശി നോക്കുക. എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെട്ടോ? ഇത് ജസ്റ്റ് നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകതരം ഗന്ധമാണ് വരിക കേട്ടോ. അവിടെ എന്താ ഉണ്ടാകുന്നത്? NH3 ഉണ്ടാകുന്നതുകൊണ്ടാണ് കേട്ടോ, അമോണിയ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കിയ ശേഷം വീണ്ടും ഗന്ധം പരിശോധിക്കുക. ചൂടാക്കുമ്പോൾ അമോണിയയുടെ രൂക്ഷഗന്ധം ലഭിച്ചത്, അതായത് പ്രവർത്തന വേഗം വർദ്ധിച്ചത് താപനിലയിൽ ഉണ്ടായ വർധനവ് മൂലമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുമ്പോൾ ഈ അമോണിയ ഒരു പ്രത്യേക ടൈപ്പ് ഗന്ധമാണ് കേട്ടോ. ഇന്നതിൻ്റെ ഗന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രത്യേക ടൈപ്പ് ഗന്ധമാണ് അമോണിയയുടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ നല്ല രൂക്ഷമായിട്ട് എന്ത് വരും? അമോണിയയുടെ ഗന്ധം വരും. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് മൂലം രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്തതിലേക്ക് പോവേ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ എന്താണ്? അഭികാരം ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആവശ്യമാണ്. ഓക്കെ, അഭികാരം എന്ന് വെച്ചാൽ ആദ്യം കിടക്കുന്ന ആളല്ലേ, അവർ ഉൽപ്പന്നമായിട്ട് മാറണമെങ്കിൽ അഭികാരത്തിന് എന്താ ആവശ്യമാണ്? ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം. ഗതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? ചലിക്കാൻ ആവശ്യമായ ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജത്തെ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് എനർജി എന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതും പഠിക്കേണ്ടതാണ്. അഭികാരങ്ങളെ എന്ത് ചെയ്യുമ്പോൾ? ചൂടാക്കുമ്പോൾ കണികകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഉൽപ്പന്നമായിട്ട് മാറാൻ അഭികാരങ്ങൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആവശ്യമാണ് എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഇതിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അഭികാരങ്ങളുടെ ഗതികോർജ്ജം വർദ്ധിക്കുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിച്ച് കണികകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ ചൂട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അഭികാര ഭാഗത്തുള്ള കണികകളിൽ
കണികകളുടെ ത്രഷോൾഡ് എനർജി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ, കൂട്ടിമുട്ടലുടെ എണ്ണം വർദ്ധിക്കും, രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു. രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്താ ചെയ്യുന്നത്, കൂടുകയും ചെയ്യുന്നു. അപ്പം താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ, താപനില നമ്മൾ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഗതികോർജം അഭികാരഭാഗത്തുള്ള തന്മാത്രകളുടെ ഗതികോർജം അല്ലെങ്കിൽ കണികകളുടെ ഗതികോർജം വർദ്ധിക്കുകയും പിന്നെന്താ ചെയ്യുന്നത്, ഇവർ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുകയും രാസപ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു, കൂടുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അടുത്ത് നോക്കിയാലോ, ഉൾപ്രേരകങ്ങളുടെ സ്വാധീനം എങ്ങനെയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന സംയുക്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലും ആശുപത്രിയിലും ഒക്കെ അണുനാശിനിയായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ജലീയ ലായനി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ വേറെ സ്മെല്ലാ അല്ലേ, അല്ലേ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മറ്റൊരു സ്മെല്ല് വരും അല്ലേ, അത് ഹൈഡ്രജൻ പെറോക്സൈഡ് അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടാണ് കേട്ടോ. കോവിഡിൻ്റെ ആക്രമണം രൂക്ഷമായ സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്നല്ലോ. വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമാവുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിജൻ സ്വതന്ത്രമാക്കാൻ കഴിയും. ഈ പ്രവർത്തനത്തിന് സമവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താ ചെയ്യുന്നത്, വിഘടനത്തിന് വിധേയമാക്കുകയും ഓക്സിജൻ എന്ന ഗ്യാസ് പുറത്തുവിടുകയും ചെയ്യുന്നു. ബോയിലിംഗ് ട്യൂബിൻ്റെ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ചന്ദനത്തിരി കത്തുന്നതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ബോയിലിംഗ് ട്യൂബിനുള്ളിലേക്ക് അല്പം മാഗ്നസ് ഡയോക്സൈഡ് ചേർത്തതിന് ശേഷം വീണ്ടും എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിലേക്ക് കാണിക്കുക. ആദ്യം എന്താ വെച്ചാൽ ഓക്സിജൻ വരുമ്പോൾ ചന്ദനത്തിരി ജസ്റ്റ് ഒന്ന് കത്തും, എന്നാൽ ഭയങ്കരമായിട്ട് ആളി കത്തില്ല. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാഗ്നസ് ഡയോക്സൈഡ് ഇടുമ്പോൾ ഇത് എന്ത് ചെയ്യും, നന്നായിട്ട് ആളി കത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചന്ദനത്തിരിയുടെ ജ്വലന വേഗത വർദ്ധിച്ചതായിട്ട് കാണാം. ഇതിന് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം വർദ്ധിച്ചു കൂടുതൽ ഓക്സിജൻ പുറത്തു വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു, ചന്ദനത്തിരി കൊണ്ടുവന്നു അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്, O2 ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. O2 അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏതെന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അടുത്തേക്ക് ഒരു ചന്ദനത്തിരി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ചെറുതായിട്ടൊന്ന് എരിഞ്ഞ് കത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലേക്ക് നമ്മൾ മാഗ്നസ് ഡയോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് കത്തും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വിഘടന വേഗം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തേക്കുന്നത്, ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് മാഗ്നസ് ഡയോക്സൈഡ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേഗത എന്ത് ചെയ്തു, വർദ്ധിക്കുന്നു. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താണ്, സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ ഉൾപ്രേരകങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താ ഉൾപ്രേരകം എന്നറിയപ്പെടുന്നത്, രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഉൾപ്രേരകങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതും നമ്മുടെ വിലയിരുത്താൻ ക്വസ്റ്റ്യനിലെടുത്ത് കിടപ്പുണ്ടേ. അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിന് മാഗ്നസ് ഡയോക്സൈഡ് ഒരു ഉൾപ്രേരകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഹേബർ പ്രക്രിയ വഴി ഏതൊക്കെയാണ് കേട്ടോ, അമോണിയയ്ക്ക് വേണ്ടി ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉൾപ്രേരകങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സൾഫ്യൂരിക്. അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ, ഹേബർ പ്രക്രിയ വഴി അമോണിയ നിർമ്മാണത്തിൽ, വ്യവസായ നിർമ്മാണത്തിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, ഉൾപ്രേരകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഒന്ന് നോക്കി വെക്കണേ. Fe എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ അയൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏതാ ഉപയോഗിക്കുന്നത്, അയൺ ആണ് ഉപയോഗിക്കുന്നത്. മാറിപ്പോയേ, അയൺ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, സമ്പർക്ക പ്രക്രിയ വഴി ഏതാണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യവസായ നിർമ്മാണം. ഇതിലിവിടെ കൊടുത്തിട്ടുണ്ട് V2O5 ആണ് കേട്ടോ. അത് ഏതാണെന്ന് വെച്ചാൽ വെനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അത് മക്കളെ ഈ കൂടെ അവിടെ എഴുതി വെക്കണേ, വെനേഡിയം പെൻറ്റോക്സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെനേഡിയം പെൻറ്റോക്സൈഡ് ആണ് കേട്ടോ, വെനേഡിയം പെൻറ്റോക്സൈഡ്. ഇനി ഇവിടെ ഒരു ചിഹ്നം കൊടുത്തേക്കുന്നുണ്ടോ, ഇതാണ് ഉഭയദിശാ പ്രവർത്തനം. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഉഭയദിശാ പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ N2 അതേപോലെ തന്നെ H2 കൂടെ നമുക്ക് ചെയ്താൽ NH3 ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ NH3 നമുക്ക് എന്തൊക്കെ ആക്കി മാറ്റാൻ പറ്റും, N2 H2 ആക്കി മാറ്റാൻ പറ്റും.
രണ്ട് സൈഡിലോട്ടും നമുക്ക് ഈ പ്രവർത്തനം അഭികാരം ഉൽപ്പന്നമാക്കി മാറ്റാനും ഉൽപ്പന്നത്തെ അഭികാരമാക്കി മാറ്റാനും പറ്റും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന ചിഹ്നമാണ് കേട്ടോ അത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. അടുത്ത കൊല്ലം ഇത് ഗ്രാൻഡായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. രണ്ട് സൈഡിലും അഭികാരം ഉൽപ്പന്നമാക്കാം, ഉൽപ്പന്നത്തിനെ അഭികാരമാക്കാം. ഇനി ഉൽപ്രേരകങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. ജീവനുള്ള ഓരോ കോശത്തിനും ആയിരക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ സാധാ താപനിലയിലും മർദ്ദത്തിനും സംഭവിക്കുന്നു. അപ്പോൾ ജീവനുള്ള ഏതൊരു വസ്തു ആയിക്കോട്ടെ എന്ത് സംഭവിക്കുന്നുണ്ട്? രാസപ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. ഈ രാസപ്രവർത്തന വേഗത്തെ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന, അപ്പോൾ ഇവയുടെ രാസപ്രവർത്തന വേഗത്തെ സഹായിക്കുന്ന ആളാണ് ആര്? എൻസൈമുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ത്വരിതപ്പെടുത്തുന്നതിനാൽ ഇവ ഉൾപ്രേരകങ്ങളാണ്. ഉദാഹരണമായി ഉമിനീരിൽ കാണപ്പെടുന്ന അമിലേസ്, അന്നജത്തിലെ ഇത് മാൾട്ടോസ് എന്ന് പറയുന്ന എൻസൈംസ്. അപ്പോൾ ഇത് ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.